നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നിയന്ത്രണം വിട്ട കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. വരവൂർ പൂങ്ങോട് വളവിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. കുണ്ടന്നൂർ തലശ്ശേരി റൂട്ടിൽ എതിർദിശകളിൽ നിന്നും വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഇരു വാഹനങ്ങളുടെയും മുൻവശം ഭാഗികമായി തകർന്നു. മേഖലയിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. പട്ടാമ്പി കൊടുമുണ്ട കുഞ്ഞൻ നായർ സ്മാരക വായനശാലയ്ക്ക് പുതിയ കെട്ടിടമായി. പുതിയ കെട്ടിടത്തിന്റെയും ഉദ്ബുദ്ധ കേരളം വിജ്ഞാന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം നടന്നു. കഥാകൃത്ത് ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. മുതുതല പഞ്ചായത്തിലെ കൊടുമുണ്ട കുഞ്ഞൻ നായർ സ്മാരക വായനശാലയ്ക്കാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പുതിയ കെട്ടിടത്തിന്റെയും ഉദ്ബുദ്ധ കേരളം വിജ്ഞാന കേന്ദ്രവും നാടിന് സമർപ്പിച്ചു. കഥാകാരൻ ടി പത്മനാഭൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ഭൂപ്രദേശത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് നല്ലതുപോലെ അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഉദ്ബുദ്ധ കേരളത്തിന്റെ ജാതിരഹിത കമ്മ്യൂൺ ആയിട്ട് എനിക്ക് ബന്ധമില്ലെങ്കിലും അവരുടെ ആദർശങ്ങളിലെല്ലാം അക്ഷരം പ്രതി വിശ്വസിക്കുന്ന, സ്വജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടുകൂടിയാണ് എനിക്കും വളരെ പ്രായമായി. ഈ ഡിസംബർ 13 വന്നാൽ ഞാൻ 95 പൂർത്തിയാക്കി 96 കടക്കും. എന്നിട്ടും മനസ്സ് ഇപ്പോഴും ചടുലം തന്നെയാണ്. പക്ഷേ എന്തു തന്നെയായാലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷയായിരുന്നു. കെ രവീന്ദ്രൻ ഉദ്ബുദ്ധ കേരളം വിജ്ഞാന കേന്ദ്ര പരിവേഷ്യം അവതരിപ്പിച്ചു. പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CP ചിത്രഭാനു മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ബീന ആർ ചന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VK ജയപ്രകാശാണ് അനുമോദനം നിർവഹിച്ചത്. മുതില ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി, VT പട്ടതിരിപ്പാടിന്റെ മകൻ VT വാസുദേവൻ, ബീന ആർ ചന്ദ്രൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് MP മോഹനൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം TP രാമൻകുട്ടി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കുഞ്ഞൻ നായർ സ്മാരക വായനശാലയുടെ പുതിയ കെട്ടിടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഓൺലൈൻ വഴി മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. മുഹമ്മദ് മോഹസിൻ MLA അധ്യക്ഷനായിരുന്നു. കുഞ്ഞൻ നായർ സ്മാരക വായനശാല പ്രസിഡന്റ് K മുഹമ്മദ് കുട്ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുൻകാല വായനശാല പ്രവർത്തകരായ M പത്മനാഭൻ, KM ശിവകരൻ, CM നീലകണ്ഠൻ, T രാമചന്ദ്രൻ എന്നിവർ ചേർന്ന് വായനശാലയിലെ വിവിധ സ്മരണാ കേന്ദ്രങ്ങളിലേക്ക് ഛായാചിത്രങ്ങൾ സമർപ്പിച്ചു. വായനശാല നിർമ്മാണ സാങ്കേതിക സഹായം നൽകിയവർക്കുള്ള ഉപഹാരം ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് TK നാരായണദാസ് നിർവഹിച്ചു. മുതില ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C മുകേഷ്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ A സാബിറ, ജില്ലാ പഞ്ചായത്ത് അംഗം N നീരജ്, കമ്മക്കുട്ടി എടത്തോൾ, മറ്റു ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് നരിപ്പറ്റ രാജു സംവിധാനം നിർവഹിച്ച് ആറങ്ങോട്ടുകര കലാപാഠശാല അവതരിപ്പിച്ച ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി നാടകവും അരങ്ങേറി. പട്ടാമ്പിയിൽ പ്രതീക്ഷ പാലിയേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. സൊസൈറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനവും നടന്നു. പട്ടാമ്പി പ്രതീക്ഷ പാലിയേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനവും ഓണാഘോഷവുമാണ് വിവിധ പരിപാടികളോടെ നടത്തിയത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ബിൽഡിംഗിനോട് ചേർന്നാണ് പുതിയ ഓഫീസ് ആരംഭിച്ചിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുപാട് പേരുടെ ജീവനും എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു അവസ്ഥ. എന്തായാലും നമ്മുടെ പ്രാവശ്യം എവിടെയും നമ്മൾ വിചാരിച്ചത്ര ആഘോഷത്തോടെ ഓണാഘോഷം നമ്മൾ എവിടെയും നടത്തുന്നില്ല. എന്നാലും അവർക്കൊക്കെ ഒപ്പം ചേർന്ന് മുന്നോട്ട് തന്നെ നമ്മളെല്ലാവരും അവർക്കൊപ്പം ചേർന്നുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ ഓണം ആഘോഷിക്കുന്നത്. വളരെ ലളിതമായ രീതിയിലാണ് നമ്മുടെ കേരളക്കരയൊക്കെ ഓണം ആഘോഷിക്കുന്നത്. നമുക്കറിയാം, ഓരോ ദുരന്തം വരുമ്പോഴും നമ്മൾ കേരളക്കര ഒന്നിച്ചു നിൽക്കുന്ന ഒരവസ്ഥ നമ്മളെല്ലാം കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഓരോ പേരുടെ സഹായം കൊണ്ടാണ് നിങ്ങളൊക്കെ
ഓരോ വർഷം എല്ലാ ആഘോഷങ്ങളും വരുമ്പോൾ ഓണായിക്കോട്ടെ, റംസാനായിക്കോട്ടെ, അതുപോലെ ക്രിസ്മസ് ആയിക്കോട്ടെ, എല്ലാവരും നമ്മുടെ ചാരിറ്റി സൊസൈറ്റി ഞങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട്. അതിലൊരു ഭാഗമാകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നമ്മുടെ പരിപാടികൾ നടത്തുമ്പോൾ എന്നെ ക്ഷണിക്കാറുണ്ട്. അതിലൊരു ഭാഗമാണ് നിങ്ങളുടെ ഒപ്പം നിൽക്കാൻ. പ്രതീക്ഷ പ്രസിഡന്റ് വി വസന്ത, സെക്രട്ടറി പുഷ്പലത, NP വിനയകുമാർ, രാംദാസ് തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തുടർന്ന് പ്രതീക്ഷ അംഗങ്ങൾക്കുള്ള ഓണക്കിറ്റ് വിതരണവും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ഓണക്കിറ്റ് വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പ്രതീക്ഷ പ്രസിഡന്റ് വി വസന്ത അധ്യക്ഷയായിരുന്നു. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് NP വിനയകുമാർ, കൊപ്പം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി രാമദാസ്, ബാങ്ക് സെക്രട്ടറി കനകലത, പ്രതീക്ഷ സെക്രട്ടറി പുഷ്പലത, മറ്റു ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തൃത്താല അൽ മദ്രസത്തുൽ ഇലാഹിയയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ OSF ഏർപ്പെടുത്തിയ ഈ വർഷത്തെ അലി ഹാജി മെമ്മോറിയൽ മൊഹബ അവാർഡ് പ്രഖ്യാപിച്ചു. തൃത്താല മഹലിന്റെ നിലവിലെ പ്രസിഡന്റായ VV മുഹമ്മദ് മാസ്റ്ററാണ് പുരസ്കാര നേട്ടത്തിന് അർഹനായത്. ദീർഘകാലമായുള്ള മഹല്ല് ഉന്നമനത്തിനായുള്ള പ്രവർത്തനങ്ങളും വിവിധ കാലഘട്ടങ്ങളിൽ മഹല്ല് കമ്മിറ്റികളിൽ ഉന്നത ഭാരവാഹിത്വവും സ്ഥാനങ്ങളും വഹിച്ച് മഹലിന്റെ നല്ല ഭാവിക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളുമാണ് VV മുഹമ്മദ് മാസ്റ്ററെ പുരസ്കാര നേട്ടത്തിന് അർഹനാക്കിയത്. സെപ്റ്റംബർ 16 നടക്കുന്ന നബിദിന കലാപരിപാടികളുടെ ഉദ്ഘാടന സദസ്സിൽ വെച്ച് പുരസ്കാരം VV മുഹമ്മദ് മാസ്റ്റർക്ക് സമർപ്പിക്കും. തൃത്താല ടൗൺ മഹലിന്റെ മുൻ പ്രസിഡന്റും AMS ഗ്രൂപ്പ് ചെയർമാനുമായിരുന്ന മർഹൂം ആലി ഹാജിയുടെ സ്മരണാർത്ഥമാണ് തൃത്താല ടൗൺ അൽ മദ്രസത്തുൽ ഇലാഹിയ OSF കമ്മിറ്റി കഴിഞ്ഞ വർഷം മുതൽ മൊഹബ അവാർഡ് ഏർപ്പെടുത്തിയത്. OSF കമ്മിറ്റി നബിദിനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം മുതൽ ഏർപ്പെടുത്തിയിട്ടുള്ള മഹബ അവാർഡ് തൃത്താലയിലെ മഹലിൻ്റെയും ദീനിൻ്റെയും കാര്യത്തിൽ എക്കാലത്തും എന്നും സ്മരിക്കപ്പെടുന്ന നാമധേയം VP ആലി ഹാജി അവരുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് OSF കമ്മിറ്റി ഏർപ്പെടുത്തിയിട്ടുള്ള മഹബ അവാർഡ് ഇത്തവണ നമ്മുടെ ബഹുമാനപ്പെട്ട തൃത്താല മഹലിൻ്റെ പ്രസിഡൻ്റായ VV മുഹമ്മദ് മാസ്റ്റർ അവർക്കാണ്. VV മുഹമ്മദ് മാസ്റ്റർ അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹം ഒരു മാഷായിരുന്നു, അധ്യാപകനായിരുന്നു. അതോടൊപ്പം തന്നെ ദീനിൻ്റെയും സാമൂഹിക മത വിദ്യാഭ്യാസ മേഖലയിലെ മികച്ച പ്രവർത്തനം മുൻനിർത്തി MN കുഞ്ഞാലു ഹാജിക്കാണ് കഴിഞ്ഞ വർഷത്തെ അലി ഹാജി മെമ്മോറിയൽ മൊഹബ അവാർഡ് ലഭിച്ചത്. തൃത്താല മഹല്ല് സെക്രട്ടറി PT സക്കീർ ഹുസൈൻ, OSF കമ്മിറ്റി പ്രസിഡന്റ് MN സബീർ, സെക്രട്ടറി AK ഷംസുദ്ദീൻ, ട്രഷറർ NM ഷമീർ, വൈസ് പ്രസിഡന്റ് അഫ്സൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃത്താല ടൗൺ മഹല്ല് OSF കഴിഞ്ഞ പ്രാവശ്യം മുതൽ ഏർപ്പെടുത്തിയിട്ടുള്ള ആലി ഹാജി മൊഹബ അവാർഡ് ഇപ്രാവശ്യം ബഹുമാനപ്പെട്ട മഹല്ല് പ്രസിഡന്റും VV മുഹമ്മദ് മാസ്റ്റർക്കാണ് കൊടുക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങളും സേവനം മറ്റും ബഹുമാനപ്പെട്ട നമ്മുടെ മഹല്ല് സെക്രട്ടറി വിശദീകരിക്കുന്നതാണ്. CCTV ന്യൂസ് തൃത്താല. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന തൃത്താല പൊലിമ കാർഷിക പ്രദർശന വിപണനമേളയും ജില്ലാതല ഓണം വിപണനമേളയും ഭക്ഷ്യമേളയും തൃത്താല വെള്ളിയാങ്കലിൽ ആരംഭിച്ചു. ഇടപെടലുകളൊക്കെ തന്നെ ഇതിന്റെ സംഘാടക സമിതി ഇവിടെ നടത്തി. ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഇന്ന് വരാൻ കഴിയാത്തൊരു സാഹചര്യമായി. അത്തരമൊരു അവസരത്തിലാണ് ഞാൻ ഈ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു കാർഷിക മേള നമ്മുടെ തൃത്താലയെ സംബന്ധിച്ചിടത്തോളം
തൃത്താലയുടെ കാർഷിക അഭിവൃദ്ധിക്ക് ഏറെ മുതൽക്കൂട്ടായി മാറുന്ന ഒരു മേളയത്തിൻ്റെയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രമേൽ വലിയ ഇടപെടലുകളാണ് കുടുംബശ്രീ ഇതിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ ഈ മേളയുമായി ബന്ധപ്പെട്ട്. വെള്ളിയാങ്കല്ല് ഇറിഗേഷൻ പദ്ധതി പ്രദേശത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദികളിലാണ് മേള നടക്കുന്നത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന ഉദ്ഘാടനം ചെയ്തു. തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ അധ്യക്ഷയായി. കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ, തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ, തൃത്താല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുബ്ര ഷാജഹാൻ, പഞ്ചായത്ത് അംഗങ്ങളായ ടി വി സബിത, പി വി മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. കാർഷിക രംഗത്തെ മുൻനിര കേന്ദ്ര സംസ്ഥാന ഗവേഷണ സ്ഥാപനങ്ങൾ, കൃഷിവകുപ്പ്, മറ്റ് അനുബന്ധ വകുപ്പുകൾ എന്നിവയുടെ സ്റ്റാളുകൾ, കാർഷിക യന്ത്രസാമഗ്രികൾ, വിവിധ കുടുംബശ്രീ, കർഷകർ, സംരംഭകർ എന്നിവർ തയ്യാറാക്കിയ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ അണിനിരക്കുന്ന മേളയിൽ വിജ്ഞാനപ്രദമായ ചർച്ചകളും സെമിനാറുകളും കലാപരിപാടികളും മത്സരങ്ങളുമെല്ലാം വിവിധ ദിവസങ്ങളിലായി അരങ്ങേറും. കൊതിയോറും വിഭവങ്ങളുമായി കുടുംബശ്രീ ഒരുക്കുന്ന ഭക്ഷ്യമേളയും മേളയുടെ ആകർഷണമാണ്. സെപ്റ്റംബർ 12 മുതൽ 14 വരെയാണ് മേള നടക്കുന്നത്. CCTV ന്യൂസ് തൃത്താല. തൃത്താല പൊലിമ കാർഷിക പ്രദർശന വിപണന മേളയിലെ സ്റ്റാളുകൾ ശ്രദ്ധയാകർഷിക്കുന്നു. സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് കാർഷിക പ്രദർശന വിപണന മേളയും ഭക്ഷ്യമേളയും നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി നിരവധി സ്റ്റാളുകളാണ് നിളാതീരത്തെ വെള്ളിയാങ്കല്ല് ഇറിഗേഷൻ പദ്ധതി പ്രദേശത്ത് ഒരുക്കിയിരിക്കുന്നത്. വൈകുന്നേര സമയങ്ങളിലാണ് സ്റ്റാളുകളിലും പ്രദർശന നഗരികളിലുമെല്ലാം സന്ദർശനത്തിന് തിരക്കേറുന്നത്. കാർഷിക രംഗത്തെ മുൻനിര കേന്ദ്ര സംസ്ഥാന ഗവേഷണ സ്ഥാപനങ്ങൾ, കൃഷി വകുപ്പ്, മറ്റ് അനുബന്ധ വകുപ്പുകൾ എന്നിവരുടെ സ്റ്റാളുകൾ, കാർഷിക യന്ത്ര സാമഗ്രികൾ, വിവിധ കുടുംബശ്രീ, കർഷകർ, സംരംഭകർ എന്നിവർ തയ്യാറാക്കിയ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ അണിനിരക്കുന്ന മേളയിൽ വിജ്ഞാനപ്രദമായ ചർച്ചകളും സെമിനാറുകളും കലാപരിപാടികളും മത്സരങ്ങളും അരങ്ങേറുന്നുണ്ട്. കൊതിയൂറും വിഭവങ്ങളുമായി കുടുംബശ്രീ ഒരുക്കുന്ന ഭക്ഷ്യമേളയും മേളയുടെ പ്രധാന ആകർഷണമാണ്. തൃത്താല പൊലിമ കാർഷിക പ്രദർശന വിപണന മേളയിലെ ഹോട്ട് താരമായി വനസുന്ദരി. കാന്താരിമുളകും പച്ച കുരുമുളകും നാടൻ കറിവേപ്പിലയും പുതിനയിലയും മല്ലിയിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചു ചേർത്ത് ഇറച്ചിയിൽ തേച്ച് പിടിക്കുമ്പോഴേ ചിക്കൻ ഹോട്ടാണ്. രുചിവർദ്ധനവിനായി അട്ടപ്പാടിക്കാരുടെ സ്വന്തം കോഴിജീരകം കൂടി അരച്ചു ചേർത്ത് ചുട്ടെടുക്കുമ്പോൾ വനസുന്ദരി നാവിൽ രുചിയുടെ വിസ്മയമേളം തീർക്കും. വെള്ളിയാങ്കല്ലിലെ തൃത്താലപ്പൊലിമ കാർഷിക പ്രദർശന വിപണനയുടെ ഫുഡ് കോർട്ടിലെ ശ്രദ്ധേയമായ വിഭവങ്ങളിലൊന്നാണ് ഈ വനസുന്ദരി. അട്ടപ്പാടി വനമേഖലയിൽ നിന്നു ലഭിക്കുന്ന കോഴിജീരകത്തിന്റെ ഇലയാണ് രുചിക്കൂട്ടിനെ വ്യത്യസ്തമാക്കുന്ന ചേരുവകളിലൊന്ന്. മേളയിൽ നിരവധി ആവശ്യക്കാരാണ് ഈ വിഭവത്തിനുള്ളത്. പണ്ടുകാലത്ത് ഞങ്ങള് കൃഷി ഉണ്ടാക്കി കഴിച്ച മസാലയാണ് ഇത്. കാന്താരി, കോഴിജീരകം പറയും, കുരുമുളക്, പുതിന, മല്ലിച്ചപ്പ് പേസ്റ്റ് ആക്കിയിട്ട് ചിക്കനും വേവിച്ച് മഞ്ഞപ്പൊടി ഇട്ട് പേസ്റ്റ് ഇട്ട് വേവിച്ചിട്ട് പേസ്റ്റ് ഒഴിച്ച് ഊര് കാപ്പിയും 3 ദോശയും വനസുന്ദരി ചിക്കൻ വിഭവവും അടങ്ങുന്ന കോംബോ പാക്കിന് 220 രൂപയാണ് വില. അട്ടപ്പാടി സ്വദേശികളായ റാണി, രാധ, രേശി, പാപ്പാൾ എന്നിവരടങ്ങുന്ന സംഘമാണ് വിഭവങ്ങൾ തയ്യാറാക്കി നൽകുന്നത്. വൈകുന്നേരങ്ങളിലാണ് ഈ വിഭവം തേടി മേളയിൽ കൂടുതൽ ആളുകൾ എത്തുന്നത്. ഭക്ഷണപ്രേമികൾ തീർച്ചയായും രുചിച്ചിരിക്കേണ്ട വിഭവം കൂടിയാണ് മേളയിലെ ഈ ഹോട്ട് താരം വനസുന്ദരിയെ. CCTV ന്യൂസ് തൃത്താല. പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1982-83 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. ഡോക്ടർ M രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സുധാകരൻ, കൃഷ്ണദാസ്, അരവിന്ദൻ, പുഷ്പ, രജനി, രാധിക, KK പരമേശ്വരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഇനി നവമാധ്യമ കാഴ്ച. ഒറ്റ ജീവിവർഗമായിരിക്കലും പല വൈജാത്യങ്ങളുടെയും പേരിൽ ഭിന്നിച്ചു നിൽക്കുന്നവരാണ് മനുഷ്യർ. എന്നാൽ പല വർഗത്തിൽപ്പെട്ട മിണ്ടാപ്രാണികളുടെ സ്നേഹപ്രകടനങ്ങളുടെ കാഴ്ചകളാണ് ഇവിടെ. ദൃശ്യം നൽകിയിരിക്കുന്നത് ബാബു പോൾ. You're the one who carries me, keeps me strong. Through every laugh, through every tear, you're the one who's always near. We've walked through fire, we danced in the rain, side by side through joy and pain. No matter where life
when I lose my way. You light the path and make me stay. Every memory, every smile, with you it's all worthwhile. We've walked through fire, we've danced in the rain, side by side through joy and pain. No matter where life takes us or how far we fly. ഇതോടെ നിളയർ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.